ഹായ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു സന്തോഷകരമായ, അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷം അല്ലെങ്കിൽ വർഷങ്ങൾ ഇനി തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. എല്ലാവരും ന്യൂ ഇയർ ആകുമ്പോൾ സാധാരണഗതിയിൽ 99% ആളുകളും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും. അല്ലെങ്കിൽ ഈ വർഷം ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് വേണം, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങണം, അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും. ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആദ്യത്തെ 1-ാം തീയതി തന്നെ ഇങ്ങനെ ഒരു രാവിലെ തന്നെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചത്. കാരണം നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും നമുക്ക്. ഈ ആഗ്രഹങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? സാധാരണ നമ്മുടെ സന്തോഷത്തിനാണ്. എന്നാൽ നമ്മൾ ആഗ്രഹം കറക്റ്റ് അല്ലെങ്കിൽ ആഗ്രഹമല്ല, ആഗ്രഹത്തിന്റെ കാരണം കറക്റ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സന്തോഷം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നിലനിൽക്കില്ല. ആ സന്തോഷം പെട്ടെന്ന് ഫെയ്ഡായി പോകും. അതിന് കാരണം സത്യത്തിൽ നമ്മുടെ ആഗ്രഹത്തിന്റെ കാരണം കറക്റ്റ് ആവുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു കാറ് വാങ്ങണം. കാറ് വാങ്ങുന്നതിന്റെ കാരണം എന്തായിരിക്കണം? സാധാരണഗതിയിൽ എൻ്റെ അയൽവാസിയുടെ ഇങ്ങനെ ഒരു കാറുണ്ട്, വേറൊരാളെ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ബെൻസ് അല്ലെങ്കിൽ ഒരു BMW ഉണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ റോൾസ് റോയ്സ് ഉണ്ട്. അപ്പൊ എനിക്കും വാങ്ങണം. അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ പ്രശ്നം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബോഡി വേണം, ഇങ്ങനെ ഒരു സിനിമാ നടന്റെ പോലെ ഒരു ബോഡി വേണം. അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, ഒരു വലിയ വീട് വേണം, നല്ല കാണാൻ രസമുള്ള ഒരു വീട് വേണം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ആഗ്രഹം ഉണ്ടാക്കുന്നതെങ്കിൽ, നമ്മുടെ ആഗ്രഹം ജനിക്കുന്നത് തന്നെ വേറൊരാളുടെ ഒരു കയ്യിലുള്ള ഒരു വസ്തുവിനെ കണ്ടിട്ടാണ് എങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന് വലിയ ആയുസ് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ മറ്റൊരാളുടെയിലുള്ള ഒരു കാറ് കണ്ടിട്ട് നമ്മളൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം അയാൾ കാറ് പുതിയത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ സന്തോഷമൊക്കെ പോയി. അതിന് പകരം നമ്മൾ എന്തിന് കാറ് വാങ്ങണം? എന്റെ യാത്രക്ക്, എന്റെ കുടുംബത്തോടൊത്ത് ഒന്നിച്ചുള്ള യാത്രക്ക്, അല്ലെങ്കിൽ എനിക്ക് സേഫായി പോവാവുന്ന ഒരു കാറ്. അത് ചിലപ്പോൾ റോൾസ് റോയ്സ് ആവാം, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ആ റോൾസ് റോയ്സ് കൊണ്ട് നമുക്ക് എന്താ പറയാ പൂർണ്ണ സന്തോഷം അത് നമ്മൾ ഉപയോഗിക്കുന്നിടത്തോളം ഉണ്ടാവും. നമ്മൾ മറ്റൊരാളെ നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ വെക്കുന്ന വീട് എനിക്ക് താമസിക്കാൻ, നല്ല രീതിയിൽ താമസിക്കാൻ, ഏറ്റവും വലുതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ പർപ്പസ് എന്താണ് എന്ന് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം നിലനിൽക്കില്ല. അപ്പൊ നമ്മൾ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിന്റെ ബേസ്, എനിക്കിത് ആവശ്യമുള്ളതാണോ, എനിക്കത് ഇതുകൊണ്ട് പൂർണ്ണ പർപ്പസ് ഉണ്ടോ, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആഗ്രഹം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും നമ്മളൊരു ആഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ, ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനിൽ നമ്മളൊരു ആഗ്രഹം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ അതിന്റെ ബേസ് കറക്റ്റ് ആക്കുക. ഈ ആഗ്രഹം എന്റെ പർപ്പസിന് നല്ലതാണോ, എനിക്ക് ഗുണമുള്ളതാണോ, അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണ സംതൃപ്തി നൽകുന്നതാണോ എന്ന് ആദ്യം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹം എടുക്കുക. പിന്നെ അതിനു വേണ്ടി പൂർണ്ണമായ മനസ്സോടുകൂടി പ്രവർത്തിച്ച് ആ ആഗ്രഹം നേടിയെടുത്താൽ ജീവിതകാലം മുഴുവൻ അതുകൊണ്ടുള്ള സന്തോഷം നമുക്കുണ്ടാവും. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ നേടി എന്ന ഒറ്റ സന്തോഷം മാത്രം മതി, ഇതെനിക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മളൊരു പടി മുന്നിലേക്ക് പോവുകയാണ്, നമ്മുടെ കഴിവുകൾ കൂടുകയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ ഓരോരുത്തരും റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് എടുക്കണം. അതായത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്താൽ കുറച്ചു കാലത്തേക്കെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും കുറച്ച് നല്ല രീതിയിൽ പോകാനും പറ്റും. പക്ഷേ നമ്മളൊരു പർപ്പസ്ഫുൾ ആഗ്രഹമാണെങ്കിൽ അത് കൂടുതൽ കാലം കണ്ടിന്യൂ ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച് നമുക്ക് നേടിയെടുക്കാനും നമ്മുടെ കഴിവ് വലുതാക്കാനും ശക്തി കൂട്ടാനും എല്ലാം കഴിയും. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് എല്ലാവരും മനസ്സിൽ വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ പുതിയ വർഷത്തിൽ നടത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.